അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അക്മലി ഖൽഖില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. عن أنس رضي الله عنه قال لما قدم النبي صلى الله عليه وسلم المدينة أتاه المهاجرون فقالوا يا رسول الله ما رأينا قوما أبذل من كثير ولا أحسن مباسطة من قليل من قوم نزلنا بين أظهرهم لقد كفونا المؤنة وأشركونا في المهنة حتى لقد خفنا أن يذهبوا بالأجر كله. فقال النبي صلى الله عليه وسلم لا ما دعوتم الله لهم وأثنيتم عليهم. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, ലമ്മാ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിൽ വന്നപ്പോൾ, അതാഹുൽ മുഹാജിറൂന ഫഖാലു, മുഹാജിറുകൾ വന്ന് ഒരു ദിവസം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ റഅയ്നാ ഖൗമൻ അബ്ദല മിൻ കസീരിൻ വലാ അഹ്സന മുവാസാതൻ മിൻ ഖലീലിൻ മിൻ ഖൗമിൻ നസൽനാ ബൈന അളുഹുരിഹിം. നമ്മൾ ആരുടെ അടുക്കൽ വന്നിറങ്ങിയിരിക്കുന്നോ അവരെ പോലെയുള്ളവരെ, അതായത് മദീനയിലെ അൻസാരികളെ പോലെയുള്ളവരെ നമ്മൾ കണ്ടിട്ടേയില്ല. ലഖദ് കഫൗനൽ മുഅ്നത വഅശ്റകൂനാ ഫിൽ മഹ്ന. അവരുടെ അടുക്കൽ കൂടുതലുണ്ടെങ്കിൽ അവർ ധാരാളമായി ചെലവഴിക്കുകയും ഇനി കുറച്ചേ ഉള്ളുവെങ്കിലും അവർ നല്ല നിലയിൽ നമുക്ക് ഉപകാരം ചെയ്യുകയും ജോലിഭാരത്തിൽ നിന്ന് നമ്മെ ഒഴിവാക്കുകയും വരുമാനത്തിൽ നമ്മെ പങ്കുകാരാക്കുകയും ചെയ്യുന്നു. ഹത്താ ലഖദ് ഖിഫ്നാ അൻ യദ്ഹബൂ ബിൽ അജ്രി കുല്ലി. അതുവഴി മുഴുവൻ പ്രതിഫലങ്ങളും അവർ തന്നെ നേടിക്കളയുമോ, അങ്ങനെ ആഖിറത്തിൽ ഞങ്ങൾ വെറും കയ്യോടായിത്തീരുമോ എന്ന് ഞങ്ങൾക്ക് ഭയം തോന്നുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഇല്ല, മാ ദഅഉതുമുല്ലാഹ ലഹും വഅസ്നൈതും അലൈഹിം. നിങ്ങൾ അവർ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും അവരെ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നിടത്തോളം അങ്ങനെ ഉണ്ടാവില്ല. ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, മുഹാജിറുകൾ അൻസാറുകൾ അഥവാ മുസ്ലിമീങ്ങൾ തമ്മിൽ, ആശിഖീങ്ങൾ തമ്മിൽ, ഉപ്പാന്റെ മക്കൾ തമ്മിലുള്ള സ്നേഹമാണ്. അൻസാറുകൾ വല്ലാതെ സ്നേഹിച്ചു. അവരുടെ അടുക്കൽ കൂടുതലുണ്ടെങ്കിൽ അവർ ധാരാളം മുഹാജിറുകൾക്ക് വേണ്ടി ചെലവാക്കും. ഇനി കുറച്ചേ ഉള്ളൂ അൻസാറുകളുടെ കയ്യിലെങ്കിലും അവർ നല്ല നിലയിൽ ഉപകാരം ചെയ്യും. ജോലി കൂടുതൽ അൻസാറുകൾ ചെയ്ത് മുഹാജിറുകൾക്ക് ജോലി ഭാരം ഒഴിവാക്കും. കിട്ടുന്ന വരുമാനത്തിൽ ജോലി കൂടുതൽ ചെയ്തു എന്നതിൻ്റെ പേരിൽ കൂടുതൽ എടുക്കാതെ വരുമാനം കിട്ടിയാൽ അതിൽ പങ്കുകാരാക്ക് ഒരേപോലെ തുല്യമായി വീതിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാ പ്രതിഫലങ്ങളും അവർ കൊണ്ടുപോകുമോ, ആഖിറത്തിൽ മുഹാജിറുകളായ ഞങ്ങൾക്കൊന്നും ഉണ്ടാവൂലേ നബി എന്നുള്ള പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെയല്ല, നിങ്ങൾക്കും അവരെ പോലെ പ്രതിഫലം കിട്ടും. എന്ത് വേണം, അവരീ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ അവരെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. വലിയ ഒരു മെസ്സേജാണിത്. സ്നേഹം, ഐക്യം. മശായിഖന്മാരുടെ മക്കളായ നമുക്കും ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മശായിഖന്മാരുടെ ഖദമിൽ അല്ലാഹു നമ്മളെ സബൂത്താക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.